Grab the rope and pull it in! അപ്പോൾ കഥ ഒരുപാട് കഥകൾ പറഞ്ഞല്ലോ. അപ്പോൾ കഥ ഏറ്റവും ഹൃദയസ്പർശിയായ, അതായത് ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കുറേ ആളുകൾ എടുത്തതാണെങ്കിലും അത് മെഡിക്കൽ കോളേജിൽ അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 6-7 ദിവസം ഞാൻ ഉൾപ്പെടെ, അതോടൊപ്പം കലക്ടർ UB. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഉള്ളത് കോഴിക്കോട് ഒളവണ്ണ നാഗത്തമ്പാട് എന്ന സ്ഥലത്താണ്. ഞാനിതാ ഒരു ഇക്കാക്കനെ കാണാൻ വന്നതാണ്. നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ തുടങ്ങാം. ഇതാ ദൈവത്തിൻ്റെ കൈയുമായി ഒരു മനുഷ്യൻ. ശരിക്കും ഈ ഒരു ക്യാപ്ഷൻ ഈ കാക്കക്ക് ചേർന്നാണ്. ഈ ഒരു വാക്ക് ശരിക്കും കാക്കക്ക് ചേർന്ന അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു ഉപഹാരമാണ്. അപ്പോൾ നമ്മൾ വൈകാതെ കാക്ക നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പറഞ്ഞ കാക്ക അസീസ് കാ. ഇവിടെ ഈ ചുറ്റുപാടും കണ്ട ഈ ഒരുപാട് മെമന്റോകളുടെ ഒരുപാട് സംഘടനകൾ ആദരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സംഘടന ആദരിച്ചിട്ടുണ്ട് ഈ കാക്കനെ. അപ്പോൾ കാക്ക സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക ആദ്യം. ഞാൻ മഠത്തിൽ അബ്ദുൽ അസീസ്, കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ നാഗത്തുമ്പാടം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കാക്കൻ്റെ ഞാനിവിടെ വരാനുള്ള കാരണം എന്നറിയാം, ഈ കാക്കൻ്റെ നിസ്വാർത്ഥ സേവനം. ജീവിതത്തിൽ ഈ കാക്ക ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു സേവനത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല ആ ഒരു മേഖലയെ പറ്റിയിട്ട്. ഏതായിരുന്നു ആ മേഖല തിരഞ്ഞെടുത്തത്? മേഖല എന്ന് പറഞ്ഞാലും മറിച്ചൊന്നുമല്ല. ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് എൻ്റെ ഉപ്പ മരിച്ചു. ഉപ്പ മരിച്ച സമയത്ത് അനിയന്മാർ എത്തിക്കാനും ഞാൻ പിന്നെ കുന്നത്തുപാലത്ത് നിന്ന് പന്തീരങ്കാവിലേക്ക് ബസ്സില്ലാത്തൊരു കാലം. ഒരു പെട്ടി തക്കാളിപ്പെട്ടി കുന്നത്തുപാലത്ത് നിന്ന് പന്തീരങ്കാവിൽ എത്തിച്ചാൽ 15 പൈസ കിട്ടും. അങ്ങനെ ഒരു ദിവസം ₹1 1.25 അങ്ങനെ പൈസ കിട്ടും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ 90 പൈസ 1 കിലോൻ്റെ അരിക്ക്. ആ അരി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാനായിട്ടുള്ള അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സമയത്താണ് എന്നെ ഒരു ദിവസം ഒരു വീടിൻ്റെ തറ നിറയ്ക്കാൻ വേണ്ടി, വീടിൻ്റെ ചേർന്നുകൊണ്ടുള്ള അതിൻ്റെ തറ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കോട്ടുമൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്, തിരുവണ്ണൂർ കോട്ടുമൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഞാൻ അവരുടെ കൂടെ ഞാൻ ഇതുപോലെ തലയിൽ മൺകൊട്ട പേറി ഈ വീടിൻ്റെ തറ നിറയ്ക്കുന്നത്. അന്ന് വയസ്സ് 17ആണ്. ആ സമയത്ത് അത്ര ചെറുപ്പത്തിൽ തന്നെ കൂലിപ്പണിക്ക് പോയി ഞങ്ങളിങ്ങനെ പണിയെടുത്തു കൊടുക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു 10-11 മണിയായപ്പോൾ ഒരു പ്രദേശത്തു നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ കേട്ടു. അയ്യോ ഓടി വരണമായിരുന്നു. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും തലയിലെ കൊട്ട അവിടെ ഇട്ട് ഞങ്ങൾ ആ കരച്ചിൽ നടക്കുന്ന പ്രദേശത്തെ ഓടിയപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി വെള്ളത്തിൽ വീഴുന്നു, ആരെങ്കിലും ഒന്ന് ചാടി അടിക്കുന്നത്. ആ പ്രദേശത്തുള്ള ഒട്ടനവധി ആളുകൾ എല്ലാവരും നോക്കി നിൽക്കുന്നു. പക്ഷേ കാലവർഷം കരിച്ചുള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് വെള്ളം വലിയ രീതിയിൽ വെള്ളം ഒഴുക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ പരിസരം ഒന്നും അറിയില്ല. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് വരെ ഉറക്കില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഉമ്മൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ എന്താണെന്ന് അറിയില്ല എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് പിന്നെ ഒരു ചെറിയ കുട്ടി, ഞാനിങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ കുട്ടി ഇങ്ങനെ പുറകെ മേലോട്ട് പൊന്തുന്നതാണ്. കുട്ടീനെ ഞാൻ എവിടേക്കോ പിടിച്ച്. ആളുകൾ പറയും പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ മുടി പിടിക്കണം, അല്ലെങ്കിൽ കാല് പിടിക്കണം, കൈ പിടിക്കണം, ഒന്നായിട്ട് പിടിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് അറിയില്ല. ഞാൻ കുട്ടീൻ്റെ മുടി തപ്പി ചെറിയ കുറ്റിമുടിയായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ ആ കുട്ടിയെ എവിടേക്കോ പിടിച്ച് ഞാൻ കരയിൽ കയറ്റിയപ്പോൾ ഈ കുട്ടി ഉമ്മ അരച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം വായിലിട്ടിട്ട് അത് തിരിഞ്ഞത് തൊട്ടടുത്തുള്ള ഭയങ്കര ഒഴുക്കുള്ള ഒരു തോട്ടിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ കുട്ടി ആ ഉമ്മ അരച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം ഛർദ്ദിക്കുകയും ചെയ്ത് കുറച്ച് അപ്പിങ് പോകും. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പാടെ കൂടി കുട്ടീനെ, എനിക്ക് അതോടുകൂടി പേടിയായി, നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ആളുകളെല്ലാം പാടെ കൂടി ആ കുട്ടിയെ എടുത്ത് പിന്നെ കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ചെറുവണ്ണൂരിലുള്ള കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ ഒന്ന് ഡോക്ടർ വിധി എഴുതി കുട്ടി മരണപ്പെട്ടുണ്ടായിട്ട്. അങ്ങനെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് ജോലിയൊക്കെ ഒഴിവാക്കി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ പ്രദേശത്തേക്ക് പണിക്ക് പോയപ്പം ഒരു കാരണവരായ ഒരാൾ വടി കുത്തി പിടിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ആരാണ് ഈ കുട്ടീനെ വെള്ളത്തിലെടുത്തത്? അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഞാൻ കുരുത്തക്കേടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ എന്താ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ, അതായത് ഇത്രയും ഒഴുക്കുള്ള ഈ വെള്ളത്തിലേക്ക് ചാടി ആ കുട്ടിയെ മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ കരക്ക് കയറ്റാൻ വേണ്ടി ജനമനസ് കാണിച്ച അതിനെ അഭിനന്ദിക്കല്ലാതെ മറച്ചൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്ര ആൾ പണിക്കിണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ 5 ആൾ പണിക്കില്ല.
ഈ 5 ആളുകളൊന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരാറ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഈ നേന്ത്രവാഴൻ്റെ കിഴങ്ങ് കഴുകി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അതാണ് അധികം കഴിക്കുന്നത്. അല്ലെങ്കിൽ പോള, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അരിഭക്ഷണം വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ കുറച്ച് അരിയിട്ടിട്ട് കഞ്ഞിയാക്കിയിട്ടാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വയറ് നിറയെ മഞ്ഞ നിറത്തിലുള്ള ഒരു ചോറും ഇറച്ചിൻ്റെ കറിയും തിന്നുന്നത്. അത് ജീവിതത്തിൽ ഞങ്ങൾക്കതൊരു വലിയ സന്തോഷമായി. കാരണം ഞങ്ങളൊക്കെ തമ്മിൽ ഓണം വിഷു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണത്തിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വയറ് ഇറച്ചും ഭക്ഷണം കിട്ടല്. പക്ഷേ ഈ ഭക്ഷണം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്കതൊരു ഒരു 10 ലക്ഷം ഉറുപ്പ്യ തന്നാൽ പോലും ഇത്ര സന്തോഷം വരില്ല. അത്രയും തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞതാണ്, മോനെ നമുക്ക് ഒരു തൊട്ടടുത്ത വീടുകളിലൊക്കെ കല്യാണം, മറ്റു വിവാഹ പാർട്ടികളും പരിപാടികളൊക്കെ നമുക്ക് എൻ്റെ വീട്ടിലായാലും പറയാം, കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ്, മോനെ പിന്നെ ഒരു വിവാഹം അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷ പരിപാടികൾ നടക്കട്ടെ, നമുക്ക് വിളിച്ചെങ്കിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരാൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുക, അല്ലെങ്കിൽ ഒരാളെ മറ്റുള്ള രീതിയിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആരും വിളിക്കേണ്ടതുണ്ട്. അവിടെ ഓടിച്ചെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്താൽ പടച്ചവൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയൊരു പുണ്യം നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ കാക്ക ഇതുവരെ ഇപ്പം എത്ര ശവങ്ങൾ എടുത്തിട്ടുണ്ടാവും? ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ സമയം വരെ 4288 മൃതശരീരങ്ങൾ എടുത്ത് കേരളത്തിൻ്റെ പല ഭാഗം അതിലെടുത്ത് പറയേണ്ടതാണ് കടലുണ്ടി ട്രെയിനപകടം. കടലുണ്ടി ട്രെയിനപകടം എന്ന് പറഞ്ഞാൽ 2001 ജൂൺ 22 കടലുണ്ടി ട്രെയിനപകടം നടക്കുന്നത്. ആ സമയത്ത് ഞാനൊരു രാമനാട്ടുകാരെ ഒരു വിവാഹ പാർട്ടിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉടനെ അവിടെ ഓടിയെത്തി 28ഓളം ആളുകളെ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനം വയറിന് അടിച്ചിങ്ങനെ പാട്ട് പാടുന്ന ഒരു ചെറിയ നാടോടി പയ്യൻ, ഏതാണ്ട് ഒരു 11-12 വയസ്സുള്ള നാടോടി പയ്യൻ്റെ ബോഡിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത്. ആ കുട്ടിയെ എടുത്തിട്ടാണ് ഞാൻ നേരിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അതൊക്കെ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളും അന്നത്തെ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ പൂക്കിപ്പറമ്പ് സ്വപ്നം എന്ന് പറഞ്ഞാൽ 51ഓളം ആളുകൾ വെറുതെ മരിച്ച സമയത്ത് കരിഞ്ഞ് വികൃതമായ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലും പിന്നെ കാഷ്വാലിറ്റിയിലും ആയിക്കൊണ്ട് അവർക്ക് വേണ്ട പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഏതാണ്ട് ഒരു 3-4 ദിവസം പോലെ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു അവർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അനക്കാമ്പൂരിൽ കുണ്ടൂരമ്പലം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, കുറ്റ്യാടി മരുതോങ്കര ഉരുൾപൊട്ടൽ, കുറ്റ്യാടി പശുക്കട ഉരുൾപൊട്ടൽ, കട്ടിപ്പാറ കരിഞ്ചോലമലയിൽ ഉരുൾപൊട്ടൽ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ചൂരൽമല ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 42-43 വർഷത്തിനിടയിൽ നമ്മളെ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിലൊക്കെ നമ്മളെ കൈ പിന്നെ അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ അറിയിക്കുന്നത്? അവരെ അറിയിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പോവുകയാണോ? ഞാൻ കോഴിക്കോട് ദുരന്ത നിവാരണ സേന അതിലൊരു അംഗമാണ്. അതിൻ്റെ പിന്നെ ഇപ്പോൾ കോഴിക്കോട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി കലക്ടറാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പേ കോഴിക്കോടല്ല നമ്മൾ കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ളതായിരുന്നു ഓഖി ദുരന്തം. 24ഓളം പിന്നെ കുളച്ചിൽ ഭാഗത്ത്, കന്യാകുമാരി കുളച്ചിൽ ഭാഗത്തുള്ള ആളുകളായിരുന്നു അന്ന് കടലിൽ പോയിട്ടുള്ളത്. 18 ദിവസം കഴിഞ്ഞതിന് ശേഷം 24 ആളുകളെ ബോഡിയും പിന്നെ വെള്ളത്തിലേക്ക് പൊന്തിയിട്ടുള്ളത്. ഈ 24 ആളുകളെ ബോഡിയും അത് മറ്റുള്ള ആളുകൾ എടുത്തതാണെങ്കിലും അത് മെഡിക്കൽ കോളേജിൽ അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 6-7 ദിവസം ഞാൻ ഉൾപ്പെടെ, അതോടൊപ്പം കലക്ടർ UB ജോസ് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കലക്ടർ കൃഷ്ണമൂർത്തി സാർ ഉൾപ്പെടെ, അതോടൊപ്പം ദുരന്ത നിവാരണ സേന അനിതാ മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ മോർച്ചറിയിൽ ഞങ്ങൾ 7-8 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അവരെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പല ഭാഗത്തും തീപ്പൊള്ളലേറ്റാലും കിണറ്റിൽ വീണാലും മറ്റു സ്ഥലത്ത് അഴുകിപ്പൊഴുത്തതാണെങ്കിലും പിന്നെ അങ്ങനെ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകൾ മരണപ്പെടുമ്പോൾ 5-6-7 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ ഓടിച്ചെന്ന് കൈകൾ കൊണ്ട് എടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ ഒരുപാട് കഥകൾ പറഞ്ഞല്ലോ. അപ്പോൾ കഥ ഏറ്റവും ഹൃദയസ്പർശിയായ, അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഒരുപാട് ബോഡികൾ റിക്കവർ ചെയ്ത് എടുത്തെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം എന്താണെന്ന് പറയാൻ പറ്റും? ഹൃദയസ്പർശം എന്ന് പറഞ്ഞാൽ ഞാൻ ചാലിയത്തുനിന്ന്
മത്സ്യം കയറ്റി പരപ്പനങ്ങാടി ഭാഗത്ത് പോകുന്ന ഒരു പിക്കപ്പ് ലോറി. പരപ്പനങ്ങാടിയിൽ നിന്നും ഒരു വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ 7 ആളുകൾ ഈ പിക്കപ്പ് വാനുമായിട്ട് കൂട്ടിയിടിച്ച സമയത്ത് ആ ഓട്ടോറിക്ഷയിലുള്ള മുഴുവൻ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ഒട്ടനവധി കരുണ പറ്റാത്ത ആളുകൾ ആ ആളുകളെ പരിക്ക് പറ്റിയ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ ട്രോമാ കെയറിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള CM കുമാർ സാർ അദ്ദേഹം എന്നോട് പറഞ്ഞു, അസിസെ 5-6 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരു ബോഡി മെഡിക്കൽ കോളേജിലുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പോയി നാളെ ചെയ്തു കൊടുക്കണം. അങ്ങനെ രാവിലെ ഞാൻ അവിടെ ചെന്ന് കോഴിക്കോട് മോർച്ചറിൻ്റെ വരാതിൽ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള മുഴുവൻ പോലീസ് കമ്മീഷണർ, കലക്ടർ, RDO, തഹസിൽദാർ ഉൾപ്പെടെ എല്ലാവരും അന്ന് കോഴിക്കോട് മോർച്ചറിൻ്റെ പരിസരത്തുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ ബോഡി സെൽഫിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കണ മേശപ്പുറത്തേക്ക് എടുക്കണം ഈ ആളുകളെ മുഴുവൻ. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ ചെല്ലുന്നത് 4 വയസ്സായ ഒരു കുട്ടീനെയാണ്. 4 വയസ്സായ ഒരു കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും പുറത്തേക്ക് ഓടിക്കാൻ എനിക്കാണെന്നുണ്ടെങ്കിൽ അത്രയും സൗന്ദര്യമുള്ള ഒരു ചെറിയ മകൻ, കാലിൻ്റെ മുകളിൽ ഷൂ, ഒരു നീല ജീൻസ്, അതോടൊപ്പം തന്നെ വെള്ള ബനിയനും അതിൻ്റെ മുകളിൽ നീല ജീൻസിൻ്റെ ഓവർകോട്ടും, ഒരു ചെറിയ കയ്യിൻ്റെ മുകളിൽ വാച്ചും മുതലൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി. ഇന്നും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കുണ്ടല്ലോ ചെറിയ മക്കൾ അയൽവാസികൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെ മക്കളുണ്ട്. ഈ കുട്ടീനെ കാണുന്ന സമയത്തുണ്ടായിട്ടുള്ള വലിയൊരു പ്രയാസമാണ്. ഇന്നും എനിക്കത് ഓർക്കുന്ന സമയത്ത് വലിയൊരു പ്രയാസം തന്നെ. മറ്റൊന്ന്, അപ്പം നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നല, പ്രയാസം ഉണ്ടാക്കിയ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം ഒരു വർഷമാണ്, 5-8 മാസമായിട്ടില്ല, കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണ് ഈ വെസ്റ്റിലുള്ള ദിജിൽ എന്ന് പറഞ്ഞ ഒരാളെ സരോവരം ചതുപ്പിൽ ചവിട്ടിത്താത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ട് എന്നാണ് ഈ അദ്ദേഹത്തിനെ ചവിട്ടിത്താത്തിയ കക്ഷികളെ പോലീസ് പിടിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എലത്തൂർ പോലീസിൻ്റെ രഞ്ജിത്ത്, അവിടുത്തെ SHO രഞ്ജിത്ത് സാർ, അവിടുത്തെ SI-മാർ, അവിടുത്തെ ആളുകളാണ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ അവർ എന്നോട് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സരോവരം ചതുപ്പിൽ ഒരാളെ ബോഡി ഇതാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്ന് ഞങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞു. അപ്പം ഞാൻ എന്നോടൊപ്പം ഇപ്പോൾ ഒരു 6 ആളുകൾ, ഞങ്ങളൊരു 6 ആളുകൾ ഒരു ബാച്ചിൽ ഉണ്ടാക്കിയിട്ട് കിടക്കുകയാണ്. ആളുകളും അവർ തുടക്കമാണ്. എന്തായാലും അവർ എന്നെക്കാട്ടിയൊക്കെ വളരെ നല്ല ആളുകൾ കൂടിയാണ്, വളരെ കളർഫുൾ ആയിട്ടുള്ള ഉഷാർ ആളുകളാണ് എൻ്റെ ഒപ്പം. ഇപ്പം ഞാനൊന്നല്ല, അവരാണ് ഇപ്പോൾ വളരെ ഉഷാർ. എങ്കിലും ഞങ്ങൾ അവിടെ കോഴിക്കോട് സരോവരത്തിൽ ഞങ്ങളെത്തി. ഞങ്ങൾ 6 ആളുകൾ എത്തി. ആ സമയത്ത് പോലീസ് ഈ ചവിട്ടി താത്തി എന്ന് പറഞ്ഞ ഈ ദിജിലിനെ ചവിട്ടി താത്തി എന്ന് പറഞ്ഞ പ്രതികളെ ആയിട്ടാണ് പോലീസ് വന്നത്. അങ്ങനെ പോലീസ് നേരെ അവരെയും കൂട്ടി നേരെ മുന്നോട്ട് പോയി. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. അങ്ങനെ അവർ കാണിച്ചു കൊടുത്ത് അതായത് ഏതാണ്ട് ഒരു 45 മീറ്റർ 6 മീറ്റർ വീതിയും 45 മീറ്റർ വീതിയുള്ളൊരു തോടാണ്. ആ തോട്ടിലാണ് അവർ കാണിച്ചു കൊടുത്തത്. ഈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 3 മീറ്റർ മാറിയിട്ട് ഈ ഭാഗത്താണ് ഞങ്ങൾ ചവിട്ടി താത്തിയതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്നോട് പോലീസ് ഉദ്യോഗസ്ഥർ. ഉടനെ ഞങ്ങളെ ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ചളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-12 അടിയോളം വെള്ളം, അത് വലിയ 5 മോട്ടർ വെച്ചിട്ടാണ് ആ വെള്ളം മുഴുവൻ വറ്റിച്ചത്. ആ മുഴുവൻ വറ്റിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ താൽക്കാലികമായി ഒരു ചെറിയ മതസംഘടനയുടെ ഒരു പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെറിയ നടപ്പാലുണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 250ഓളം മരത്തിൻ്റെ ശിഖരങ്ങളാണ് അത് വെച്ചിട്ടാണ് ഈ ചെറിയ നടപ്പാലുണ്ടാക്കിയത്, വാഹനങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവർ കാണിച്ചു തന്ന സ്ഥലം ഇതിൻ്റെ നേരെ അടിയിലാണ്. ഞങ്ങൾ ഈ മരങ്ങൾ മുഴുവൻ മാറ്റി എല്ലാം നോക്കി, അങ്ങനെ അന്ന് കണ്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് മെനക്കെട്ടോ പിറ്റേന്ന് നല്ല മഴ പെയ്ത് വീണ്ടും വെള്ളം കൂടി. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ ലീവും അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം അവിടെ നിർത്തി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ കോടതിയിൽ തന്നെ വീണ്ടും ഹാജരാക്കിയ പ്രതികളെ ഇതിന് ശേഷം നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാമെന്ന് പറയും. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടങ്ങിയ സമയത്ത് 6-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഈ ദിജിൽ നിന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂ കിട്ടിയപ്പോൾ ആ ഷൂ അവർ തന്നെ പ്രതികൾ പറഞ്ഞ് ഇത് അവൻ്റെതാണെന്ന് പറയും.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് 2 ദിവസം ബാക്കിയുണ്ട്. 2 ദിവസം ബാക്കിയുള്ള 7ാമത്തെ ദിവസം ഞങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, നാളെ ഉച്ച ഒരു 3 മണിയാകുമ്പോൾ പ്രതികളെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ന് ഞങ്ങൾക്ക് അവരെ വിട്ട് കിട്ടുന്നത് അറിയില്ല. അപ്പോൾ നമുക്ക് നാളെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒരാളെ ഏതാണ്ട് 5-6 അടി ചളിയായി. കറുത്ത ചളിയുടെ കറുത്ത ചളിയാണ്. ഇതിന്റെ വിഷ്വൽ ഞാൻ കാണിച്ചുതരാം. ഈ ചളി മാത്രമല്ല, അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ താൽക്കാലികമായിട്ടുള്ള മരപ്പലക, അതോടൊപ്പം ആണി, വൈറ്റിംഗ് വയർ, കുപ്പിക്കഷ്ണം, സിറിഞ്ച്, ആമന്റെ തോട്, കടുക്കത്തോട്, ഇതെല്ലാം സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുപോയിട്ടുള്ള ഈ ഒരുപാട് കുപ്പികൾ, പിന്നെ ഇതൊക്കെയുള്ള ഈ ഒരു ചളിയാണ്. അപ്പം ഞങ്ങളോട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറയും, നമുക്ക് നാളെ അത് കിട്ടിയേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം, നമ്മൾ ഇത്രയും ദിവസം അവർ കാണിച്ചു തന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് മാറിയിട്ട് ആ തലക്ക് മുന്നോട്ട് തുടങ്ങുക, അതായത് കിഴക്ക് ഭാഗത്ത് തുടങ്ങുക. അപ്പോൾ കിഴക്ക് ഭാഗത്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ വലിയ കായലിൻ്റെ ഒരു 100-150ഓളം വരുന്ന ഒരു കായൽ ചെടി ഒന്നായിട്ട് ഈ മറങ്ങിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതിൻ്റെ മുരട് കരക്കും കായൽ ചെടി ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു സീമക്കൊന്നൻ്റെ സിഗർ. അങ്ങനെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറയും, നമുക്കത് മുറിച്ച് കരക്ക് കയറ്റാൻ നമ്മളെ മുറിച്ചിട്ടാൽ JCB കൊണ്ട് അത് വെച്ച് കരക്ക് കയറ്റാം. അങ്ങനെ JCB കൊണ്ട് കരക്ക് കയറ്റി ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞങ്ങൾ വെള്ളത്തിൽ കിടക്കാൻ നോക്കുമ്പോൾ ഒരു ചാക്ക് സിറിഞ്ച് ആൾക്കാർ. സിറിഞ്ച് പറഞ്ഞാൽ ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയതാണോ അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധർ ഇതാക്കിയതാണോ അറിയാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റി ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഒരു കല്ലിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ പ്രതികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ബോഡീൻ്റെ മുകളിൽ ഞങ്ങൾ കല്ല് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ കാലോട്ട്, അതായത് 5 അടി ചളിയിലാണ് നിൽക്കുന്നത്. ഈ ചളിയുടെ അടിയിൽ നിന്ന് ഞങ്ങൾ കൈ ഒരിക്കലും അവിടെ കിട്ടില്ല. അപ്പോൾ കാലോട് ഇങ്ങനെ തപ്പിയിട്ട് കല്ല് കെട്ടി, 1 കല്ല് 2 കല്ല് 3 കല്ലാണ്. അങ്ങനെ 13ഓളം ചെങ്കല്ലുകൾ ഞങ്ങൾക്കൊരു മനുഷ്യൻ്റെ ബോഡീൻ്റെ ഏതാണ്ട് ഒരു 6 അടി 5 അടി നീളത്തിൽ ഇങ്ങനെ കല്ല് കാണാൻ സാധിച്ചു. പിന്നെ അപ്പുറത്തേക്കും ഞങ്ങൾ കാണിച്ചു. ഇതിന് ശേഷം ഞങ്ങൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അന്ന് DYSP അഷ്റഫ് തെങ്ങിനെക്കണ്ടി, അതോടൊപ്പം തന്നെ രജിസ്ട്രാർ, അങ്ങനെ ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കാലിൻ്റെ അപ്പർ വിരൽ ഞാനും ഇങ്ങനെ ഈ ഒരു കല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് പൊന്തിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു തുണീൻ്റെ ബെൽറ്റ് കിട്ടി. അപ്പോൾ ഈ ബെൽറ്റ് തുണി കൊണ്ട് നല്ലൊരു പട്ടമായിട്ടുള്ള ബെൽറ്റാണ്. അപ്പോൾ അവൻ്റെ ഈ ദിജിൻ്റെ അരയിൽ അങ്ങനത്തെ ബെൽറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ബെൽറ്റ് ഞങ്ങൾ കാലുകൊണ്ട് എടുത്ത് കയറ്റി. രണ്ടാമത് ഞങ്ങൾ ഈ മുഴുവൻ കല്ലുകൾ ഞങ്ങൾ എടുത്ത് JCBയിലേക്ക് മാറ്റി. എന്നിട്ട് ഞങ്ങൾ അപ്പം വിരലുകൊണ്ട് ഇറുക്കിയിട്ട് ഞങ്ങൾ മറ്റുള്ള ഒരു ഉപകരണം കൊണ്ടും ഞങ്ങൾ എടുത്തിട്ട് 54 പീസാണ്, 54 ഈ ദിജിൻ്റെ ശരീരത്തിൻ്റെ 54 പീസാണ് ഞങ്ങൾ അന്ന് കരക്ക് കയറ്റിയിട്ട്. അത് ജീവിതത്തിൽ വലിയൊരു ത്യാഗം സഹിച്ചു. ഞാൻ ഉൾപ്പെടെയല്ല, എൻ്റെ കൂടെ 5-6 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് 5 അടിയോളം ചളീൻ്റെ അടിയിൽ നിന്ന് ഈ ദിജിലിൻ്റെ അസ്ഥിഭാഗം 54 പീസ് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞാൻ കേട്ടപ്പോൾ ശരിക്കും നിങ്ങൾ വല്ലാത്തൊരു മായാലോകത്തോടെ കൊണ്ടുപോയത്, പ്രത്യേക ലോകത്തോടെ കൊണ്ടുപോയത്. നിങ്ങളുടെ ആ വിവരണം ഹൃദയസ്പർശിയായ വിവരണം തന്നെയാണ് നിങ്ങൾ തന്നത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എത്ര വർഷമാണ് ജോലി ചെയ്യുന്നത്? 42. അപ്പോൾ ഇതിലടക്കം നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രവൃത്തികൾ ചെയ്യാനുള്ളടക്കം ചിലപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാനൊക്കെ വാണന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലതരത്തിലുള്ള ജോലി പറയാം, ആദ്യം കുപ്പി വാങ്ങിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു മയക്കുന്ന മനുഷ്യൻ്റെ ബോധം പോകുന്ന രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ട്. ഇന്ന് 42 വർഷത്തിന് ശേഷം ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് ഇപ്പം നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകർ എന്നോടൊപ്പം ഇരുന്ന് വർത്താനം പറയാൻ സാധിച്ചെങ്കിൽ ഞാനതാണ് ഉപയോഗിക്കാത്തതിനെ കൊണ്ടാണ്. കാരണം ഞാൻ അന്ന് മയക്കുമരുന്ന് അടിക്കാനൊന്നും ഉണ്ടാവില്ല. അറിയാൻ കാരണം എന്താ പറയുക, ഇന്ന് നാട്ടിൽ ഒരു നായ ചത്താലും പൂച്ച ചത്താലും റോട്ടിൻ്റെ മുകളിൽ മറ്റുള്ള മാലിന്യങ്ങൾ എന്തുണ്ടെങ്കിൽ അസീസിന് ഒരു ആപ്പ് മേടിച്ചു തോന്നുമെന്ന് ചെയ്യും അറിയും. അപ്പം അത് അന്ന് ഉമ്മ പറഞ്ഞില്ല, ഞങ്ങൾ വളരെ കഷ്ടപ്പാടും പാരാപ്തമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളെക്കാട്ടി കുറച്ച് കഴിവുള്ള ആളുകൾ അവർ ഒഴിവാക്കുന്ന ട്രൗസറുകളാണ് ഞാൻ. അപ്പം നമുക്കും അറിയാം, കാരണം ആർക്കും വേണ്ടാത്ത നമ്മളെ ഈ സമൂഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു അത്രയും ഒരു ഉയർന്ന ബോധത്തോടു കൂടി അന്ന് പെരുമാറുന്നത് കൊണ്ട് ഇന്ന് ഈ നിലയിലെത്താണ്. ഈ നിലയിൽ എന്ന് പറഞ്ഞാൽ ഒന്നും മാത്രമല്ല, സാമ്പത്തികം എല്ലാം പറഞ്ഞു.
ഇന്നിപ്പോൾ തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനും അതോടൊപ്പം മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധമാണ്. ബന്ധം എന്താ പറയാൻ കാരണം ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാണ്. കാരണം വെച്ചാൽ ഞാൻ ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പേ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു 5 മണിക്ക് വയനാട് കളക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, അസിസ്റ്റൻ്റ് നിങ്ങളതൊരു സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സേവനം ഉണ്ട് പറഞ്ഞപ്പോഴത്തെ നിൽക്കുമ്പോഴത്തേക്ക് മലപ്പുറം DYSP ജലീൽ തോട്ടത്തിൽ അദ്ദേഹം വിളിച്ച സമയത്ത് എന്തെന്ന് വെച്ചാൽ പറഞ്ഞ് വയനാട് 9-ാം വളവിൽ താമരശ്ശേരി ചുരത്തിൽ 9-ാം വളവിൽ ഒരു ഡ്രൈവർ റിജിൻ എന്ന് പറഞ്ഞ ഡ്രൈവറെ കൊന്നിട്ട് താഴോട്ടിട്ടു. അത് ഏതാണ്ട് 500 അടിയോളം താഴ്ചയിലാണ് ഈ ബോഡി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഞങ്ങൾക്കൊന്ന് മുകളിൽ കയറ്റണം, നിങ്ങളെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അങ്ങനെ ഞാനൊരു ചെറിയ മകനെ വിളിച്ച് ഞാൻ അതോടൊപ്പം ഒരുപാട് കാലം കിണറിൻ്റെ പണിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരുപാട് റോപ്പ് കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളും ഉദ്യോഗസ്ഥന്മാർ, ഫയർഫോഴ്സും മറ്റ് എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളെയും കാത്തു നിൽക്കുക. ഞങ്ങളാണ് തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് എന്താണെന്നറിയില്ല, നമ്മുടെ ദൈവാധീനം കൊണ്ട് ഞങ്ങൾക്ക് റോപ്പൊക്കെ കരക്ക് കയറ്റി ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലേക്കല്ല, ചുരത്തിൻ്റെ അടിയിലേക്ക് 9-ാം കുളം അവിടെ ഇറങ്ങി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ശിഖരത്തിനോട് തറച്ചിട്ട് ഒരു ബോഡി ഇങ്ങനെ കുളത്തി നിൽക്കുക. അപ്പോൾ റിജിൻ പറഞ്ഞു. അപ്പോൾ 2 ആളുകൾ കൂടിയിട്ട് അവരെ എന്തോ വാഹനമായി ബന്ധപ്പെട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ മുറുക്കി കൊന്നതാണെന്നാണ് അവർ പറയുന്നത്. അത് കേസ് അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ ബോഡി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് രാത്രി ഏതാണ്ട് ഒരു 7:45-8 മണിയാകുമ്പോഴേക്കും അത്രയും അടിയുന്നു. അതായത് നല്ല പൊച്ചുന്ന തണുപ്പ്, അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ള ഒരു ലോകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. അതായത് 500 അടി താഴ്ച എന്ന് പറഞ്ഞാൽ അതും ചുരത്തിൻ്റെ 9-ാം വളവിൽ രാത്രി. ഇതിന് ലൈറ്റ് ഞങ്ങൾക്ക് രാത്രി പോലീസ് വാഹനത്തിൻ്റെ ലൈറ്റും JCBിൻ്റെ ലൈറ്റും താഴോട്ടിട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു തരികയാണ്. എന്നിട്ടാണ് നിങ്ങൾ അത് കയറ്റി. അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു സംഭവം. അതോടൊപ്പം ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാകുന്ന സമയത്ത് ഇവിടെ കോഴിക്കോട് തൊണ്ടിലക്കടവിൽ ഇവിടുത്തെ വളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹൃത്തൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു വീട്ടിൽ 1-2 ആൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത്, പോകണം. ഞാൻ അവിടെ ചെന്ന് അടുക്കളൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ 4 മാസം പ്രായം ഒരു കുട്ടി 2 കഴുക്കോലിൽ തൂക്കിയിട്ടുണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തുണ്ട് 4 വയസ്സായ കുട്ടീനെ തൂക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ കഴുക്കോലിൻ്റെ മുകളിൽ കുട്ടീൻ്റെ അമ്മ തൂങ്ങിക്കിടന്നു. അപ്പോൾ അതായത് ഇങ്ങനെ 4 കുട്ടീനെ ഇവിടെ കയറ് കെട്ടിയിട്ട് കുട്ടീനെ മേലോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ചെറിയ കുട്ടി, അത് കഴിഞ്ഞ് തൊട്ട ഏഴത്തെ കുട്ടി, ആ കുട്ടീനെ കാണും കാലിൻ്റെ മുകളിൽ ഷൂവും നല്ല ഡ്രസ്സും കാലും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കുട്ടി വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിലില്ല. ഞാൻ ഇത് മാത്രമല്ല, ഞാൻ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്തതും കൊന്നിട്ടതായിട്ട് ഒരുപാട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 10-20ഓളം സെറ്റ് എടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നെ അതോടൊപ്പം ഒരുപാട് മേഖലയിൽ കയറിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പഴക്കമുള്ളതും എല്ലാം എടുക്കാൻ വേണ്ടി ഇന്നത്തെ ഈ സമയം സാധിച്ചു. സുഹൃത്തുക്കളെ, അസീസ് ഖാൻ്റെ ഈ അനുഭവ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. 2ാമത്തെ ഭാഗം ഉടനെ വരുന്നതാണ്, കാണാൻ മറക്കരുത്.